എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിലെ നാർസിസത്തിനെ കുറിച്ചാണ്. പുരുഷന്മാരിൽ കാണുന്നത് പോലെ വളരെ വിസിബിളായിട്ടായിരിക്കില്ല സ്ത്രീകളിലെ നാർസിസം കാണപ്പെടുന്നത്. ഇവരുമായിട്ട് വളരെ അടുത്ത ആളുകൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ച് അവരുടെ ഭർത്താവോ മക്കളോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഇരകളായി മാറുക. ഈ നാർസിസിസ്റ്റായ സ്ത്രീകൾക്ക് ആരുമായിട്ടും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. എപ്പോഴും ഇവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളായിരിക്കും ഇവരുണ്ടാക്കുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ സ്വന്തം മക്കളാണെങ്കിൽ കൂടി അവരുമായിട്ട് വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ ഇവർക്ക് കഴിയില്ല. കുട്ടികൾക്കൊരു വിഷമം വരുമ്പോൾ അവരത് പറയാനോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ അത് തീർത്തു തരും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇവർക്ക് മക്കളുമായിട്ട് ഉണ്ടായിരിക്കില്ല. എല്ലാ ബന്ധങ്ങളിലും ഇവർ ഡിമാൻഡ് ചെയ്യും ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം, അമ്മയാണെങ്കിൽ അമ്മ ഇന്നതൊക്കെ എനിക്ക് ചെയ്തു തരണം, മക്കളാണെങ്കിൽ അവർ ഞാൻ പറയണത് കേൾക്കണം, ഞാൻ പറഞ്ഞത് മാത്രമേ കേൾക്കാവൂ എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇവരുടെ ചിന്താഗതികൾ. അതുപോലെ തന്നെ ഭർത്താവാണെങ്കിലും അയാൾ ഞാൻ പറയുന്ന പോലെ ചെയ്യണം, എൻ്റെ അഭിപ്രായങ്ങൾക്കായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഇവർ ആദ്യം ചെയ്യുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ കിൽ യുവർ കോൺഫിഡൻസ്. നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ആളാണ്, നിങ്ങളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, നിങ്ങൾക്കൊരു കഴിവും ഇല്ല എന്ന് ആദ്യം അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കും. നമ്മൾ നാർസിസിസ്റ്റായ വ്യക്തികളുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് നമ്മുടെ നീഡ്സ്, നമ്മുടെ വാണ്ട്സ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയില്ല. അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നത് തെറ്റാണ് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾക്ക്, അവർ പറയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത് ഒരിക്കലും സ്നേഹത്തോടെയുള്ള ഒരു ബന്ധമായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. എപ്പോഴും ഒരു ഉള്ളിലൊരു ടെൻഷനും ആങ്സൈറ്റിയൊക്കെ ആയിരിക്കും. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും, സമാധാനം പോലോ എന്നൊക്കെയുള്ളൊരു പേടിയിലായിരിക്കും. എപ്പോഴും നിങ്ങൾ ടെൻഷനായിരിക്കും. അയ്യോ അവർ രാവിലെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്തു കൊടുക്കണം, ഇതാണ് ജീവിതം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ മാറും. ശരിക്കുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ജീവിതം എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയാതെ പോകും. അവസാനം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിങ്ങളിത് മനസ്സിലാക്കി വരുമ്പോഴേക്കും നിങ്ങളതിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ അടിമ പോലെ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നാർസിസിസ്റ്റായ സ്ത്രീകൾ പൊതുവെ പെരുമാറുക. ഇവരിങ്ങനെയാണെന്ന് പുറമേ ഉള്ളവർക്കൊന്നും അറിയാനും കഴിയില്ല. ഇവർ ബാക്കി എല്ലാവരോടും വളരെ നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നുണ്ടായിരിക്കുക. ഇവരുടെ അടുത്ത ആളുകളോട്, പ്രത്യേകിച്ച് ഭർത്താവിനോടും മക്കളോടൊക്കെ ആയിരിക്കും ഇവരുടെ ഈ നാർസിസിസ്റ്റിക്കായ സ്വഭാവം പുറത്തു വരുന്നുണ്ടായിരിക്കുക. ദേ നീഡ് അറ്റൻഷൻ ആൻഡ് സെൽഫ് ഇമ്പോർട്ടൻസ്. അവർക്ക് എപ്പോഴും അവർ മെയിനായിരിക്കണം. എന്തൊരു നല്ല കാര്യം നടക്കുകയാണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് അവർ ഏറ്റെടുക്കും. എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം മോശമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ കാരണമാണ് അത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ, അങ്ങനെ പറയായിരുന്നില്ലേ, അല്ലെങ്കിൽ എന്നോട് അഭിപ്രായം ചോദിക്കായിരുന്നില്ലേ എന്നൊക്കെ രീതിയിൽ മൊത്തത്തിൽ നിങ്ങൾ കഴിവില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റും. എങ്ങാനും നല്ല കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാനന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നിങ്ങനെ ചെയ്യാൻ പറ്റിയത്, ഞാനതിന് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനന്ന് പറഞ്ഞു തന്നതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ എന്ത് നല്ല കാര്യം വരികയാണെങ്കിലും അവരതിൻ്റെ ക്രെഡിറ്റ് എടുക്കും. എന്ത് മോശം കാര്യം വരികയാണെങ്കിലും നിങ്ങളെ അതിന് കുറ്റപ്പെടുത്താൻ നോക്കും. ആരെങ്കിലും ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക്. തെറ്റ് അംഗീകരിക്കാൻ, തനിക്കൊരു തെറ്റ് പറ്റി എന്നുള്ള ചിന്ത തന്നെ ഇവരെ കൊല്ലുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവരൊരു തെറ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറ്റാവുന്ന സമയമൊക്കെ ഉപയോഗിക്കും, മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കും. അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ പരാജയം സംഭവിച്ചാൽ, അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ, അവർക്ക് വിചാരിച്ചിടത്ത് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടായിട്ട് അതിനെ കാണില്ല. ചുറ്റുമുള്ളവരെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. ആരൊക്കെയാണോ അവരുടെ കൂടെ ഉള്ളത് അവരെയൊക്കെ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അതിനുള്ളൊരു സാഹചര്യം നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തന്നില്ല, അച്ഛനും അമ്മയാണെങ്കിൽ എനിക്ക് ചെറുപ്പത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നില്ല, സിബ്ലിങ്സ് ആണെങ്കിൽ അവർ നേരെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, മക്കളാണെങ്കിൽ അവരും ഞാൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിലേക്ക് വളർന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സഹായമില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇവർ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. അവർക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് ഫീൽ ആവില്ല. അവർക്ക് എപ്പോഴും എന്തോ മിസ് ചെയ്യുന്നത് പോലെ തോന്നും. എന്തെല്ലാം നേട്ടങ്ങൾ അവർ അച്ചീവ് ചെയ്താലും അവർക്ക് എന്തൊക്കെയോ മിസ്സിങ് പോലെ അവരുടെ ഉള്ളിലുള്ള ഫീലിംഗ് അങ്ങനെയാണ്. അവർക്കൊരിക്കലും കണ്ടൻറ്റായിട്ട് ഫീൽ ആവില്ല. എനിക്ക് ഇന്നതൊക്കെ ഉണ്ട്, അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്, ഇന്ന കാര്യങ്ങൾ എനിക്കുണ്ട്, ഞാൻ ഇന്നതൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ല. ഇവർക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കില്ല, ഇവർക്കൊരു ഫുൾഫിൽമെൻറ്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇവരെപ്പോഴും പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കാരണമാണ് എനിക്കിതൊന്നും നേടാൻ കഴിയാഞ്ഞത് എന്നുള്ള രീതിയിൽ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ ആയിരിക്കും ഇവരെപ്പോഴും കുറ്റപ്പെടുത്തുക.
അത് അച്ഛനും അമ്മയായിരിക്കും, ഭർത്താവായിരിക്കും, മക്കളായിരിക്കും. ഇപ്പോൾ ഒരു ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സ്ത്രീ ആണെങ്കിൽ അവരുടെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അവർ പോകാത്തതൊന്നും, അല്ലെങ്കിൽ അവർക്ക് കഴിവുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് മടിയായിരിക്കും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, സ്വന്തം കാരണം കൊണ്ടായിരിക്കും പോകാത്തത്. പക്ഷേ ഇവരെപ്പോഴും കുറ്റപ്പെടുത്തുക തൻ്റെ ചുറ്റും ജീവിക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ മക്കളെ നോക്കാൻ വേണ്ടി എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറയും, ഇല്ലെങ്കിൽ ഭർത്താവിനെ കുറ്റം പറയും, വീട്ടിലെ പ്രാരാബ്ദം കാരണം പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മേനെയും കുറ്റപ്പെടുത്തും. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് വിവാഹം മതിയായിരുന്നു, അപ്പോൾ അത് സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇവർ തള്ളിക്കളയും. എന്നിട്ട് മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നാർസിസിസ്റ്റായ സ്ത്രീകളുടെ പൊതുവായി കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ്. ഇവർക്ക് പാസീവ് അഗ്രസീവ്നെസ് വളരെയധികം ഉണ്ടായിരിക്കും. നമ്മളോടിങ്ങനെ നേരിട്ട് ദേഷ്യപ്പെടുന്നതിന് വരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കുക, അതുപോലെ തന്നെ കളിയാക്കി ചിരിക്കുക. ഇവർക്ക് ഹ്യൂമർ സെൻസ് വളരെ കുറവായിരിക്കും. നന്നായി തമാശ കെട്ട് ചിരിക്കുകയൊന്നുമില്ല ഇവരെപ്പോഴെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കളിയാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കുറവുകൾ കണ്ട് അതോർത്തിട്ടൊക്കെ ആയിരിക്കും ചിരിക്കുന്നുണ്ടായിരിക്കുക. പിന്നെ നാർസിസിസ്റ്റായ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് സെൽഫ് വിക്ടിമൈസേഷൻ. എപ്പോഴും ഇവർ ചിന്തിക്കുന്നതും അങ്ങനെയാണ്. അതുതന്നെ അവർ പുറത്ത് മറ്റുള്ളവരോട് പ്രൂവ് ചെയ്യാനും ശ്രമിക്കും. എല്ലാവരും എന്നെ ചൂഷണം ചെയ്യുകയാണ്, ഞാനാണ് ഉള്ളതിൽ ഏറ്റവും പാവം, ഞാനാണ് ഏറ്റവും മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്യുന്നത്, മറ്റുള്ളവരൊക്കെ എന്നെ ഉപയോഗിക്കുകയാണ്, അവരൊക്കെ സ്വാർത്ഥരാണ്, അവരൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെയൊക്കെ മോശമാക്കി കാണിച്ചിട്ട് എല്ലാവരും തന്നെ ഉപയോഗിക്കുകയാണ്, ഞാനൊരു പാവാണ് എന്നുള്ള രീതിയിൽ എപ്പോഴും സ്വയം ഇരയായി മാറാൻ ഇവർ ശ്രമിക്കും. ഇത് കേൾക്കുന്നവർ, ഇവരുടെ കൂടെ ജീവിക്കുന്നവർ ഇത് വിശ്വസിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരിക്കും. അവർക്ക് മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതുപോലെ തന്നെയുള്ള ഒരു സ്വഭാവമാണ് ഇവർക്ക് മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്നത് ഇവർക്ക് അധികം കണ്ടു നിൽക്കാൻ കഴിയില്ല. അത് ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഇവരുടെ ഭർത്താവാണെങ്കിൽ അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഹാപ്പിനെസ് ഇവരല്ലാതെ മറ്റുള്ളവരുമായി ചേർന്ന് എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇവർക്ക് സഹിക്കില്ല. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട്, അവരുടെ അച്ഛനും അമ്മയായിട്ടോ സഹോദരങ്ങളൊക്കെ ആയിട്ട് വളരെയധികം സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊന്നും ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. സന്തോഷിപ്പിക്കാം, അതെങ്ങനെ, ഞാൻ മുഖേനയുള്ള സന്തോഷമായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഹാപ്പിനെസ് ആയിരിക്കണം കൂടെയുള്ളവർക്ക് കിട്ടേണ്ടത്. അല്ലാതെ അവർക്ക് വേറെ എവിടുന്നെങ്കിലും സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. ഇത് ഭർത്താവിൻ്റെ കാര്യം മാത്രമല്ല, മക്കളെ ആണെങ്കിലും ഒരു പരിധി വിട്ട് അവരുടെ കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. ഇവരും കൂടി ഉൾപ്പെട്ടിട്ടുള്ള സന്തോഷമായിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് അവർ മറ്റൊരിടത്തുനിന്ന് സന്തോഷം കണ്ടെത്തുന്നത് സഹിക്കാൻ ഇവർക്ക് കഴിയില്ല. ഇവർക്ക് ഒരിക്കലും എമ്പതി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവർക്കും ഫീലിങ്സ് ഉണ്ട്, അവരും ബുദ്ധിമുട്ടുന്നുണ്ട്, അവർക്കും വിഷമം ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയൊന്നും ഇവർക്ക് ചിന്തയേ വരില്ല. എപ്പോഴും അവനവനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുക. എൻ്റെ വിഷമം, എൻ്റെ ദേഷ്യം, എൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതിൽ മാത്രമായിരിക്കും ഇവരുടെ ശ്രദ്ധ. മറ്റുള്ളവർക്കും അതുപോലെയുള്ള വികാരങ്ങൾ ഉണ്ട് എന്നും അവരും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നും അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കില്ല. അതിൻ്റേതായ കുഴപ്പങ്ങൾ ഇവരുടെ സ്വഭാവത്തിലുണ്ടായിരിക്കും. ഇവരുടെ കൂടെ ജീവിക്കുന്നവർ ഇത് അനുഭവിക്കേണ്ടിയും വരും. മക്കളൊക്കെ വലുതായി വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ മക്കളെ അവരുടെ പാർട്ട്ണറുമായിട്ട് എപ്പോഴും അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഏതൊരു അമ്മയ്ക്കും കുറച്ചൊക്കെ പൊസസീവ്നെസ് ഉണ്ടാവുമെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മക്കളുടെ സന്തോഷമായിരിക്കും അവർക്ക് പ്രധാനമായിരിക്കുക. പക്ഷേ ഈ നാർസിസിസ്റ്റായ സ്ത്രീകൾക്ക് ഒട്ടും ഇവർ സമ്മതിക്കില്ല മക്കൾ പാർട്ട്ണറുടെ കൂടെ സന്തോഷിക്കുന്നത്, അവരെ കൂടുതൽ സ്നേഹിക്കുന്നത്, അതൊന്നും ഇവർക്ക് ഒരിക്കലും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇവരായിട്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മറ്റയാളെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ട് മക്കളെ കൊണ്ട് അവരുടെ പാർട്ട്ണർ വെറുപ്പിക്കുക, അവരെ അകറ്റുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും. മക്കൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുന്നത്, ഇല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറുമായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അതൊന്നും ഇവർക്ക് ഇഷ്ടാവില്ല. ആ തീരുമാനത്തോടുള്ള എതിർപ്പല്ല, ഞാൻ പറയുന്നതിനപ്പുറം അവർ എന്തൊക്കെയോ ചെയ്യുന്നു, എന്നോട് ആലോചിക്കാതെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ ഇവർ ഓക്കെ ആയിരിക്കും. അല്ലാതെ അവരായിട്ട് തീരുമാനമെടുത്ത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇവർക്ക് ആരൊക്കെ എന്തെല്ലാം സഹായം ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും ഇവർ കോൺസ്റ്റൻ്റായിട്ട് ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ ഭർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് ഇവർ ഹാപ്പി ആയിരിക്കും. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും, എന്തെങ്കിലും ഫിസിക്കലി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും, എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്ന സമയത്ത് ഇത്തിരി സന്തോഷം ഉണ്ടാകുമെങ്കിലും പിന്നെ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇതിനേക്കാൾ നല്ലത് മറ്റേതായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അതായിരുന്നു ഇഷ്ടം എന്നൊക്കെ രീതിയിൽ അവർ ചെയ്ത കാര്യത്തിന് പോരാ, അങ്ങനെയല്ല അത് എന്നുള്ളത് ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും അവർ ചെയ്തത് പോരാ എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിക്കും. ഇനിയും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അവരെ മാറ്റും.
ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ ഇവർ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്താണെങ്കിൽ പാരൻസിനോട് ഇവർ ഈ സ്വഭാവം കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവർക്കത് മനസ്സിലാവില്ല. പാരൻസ് വിചാരിക്കുക ആ കുറച്ച് വാശിയുള്ള കുട്ടിയെ, പിടിവാശിയുള്ള കുട്ടിയാണ് എന്നുള്ള രീതിയിലേ അവർ കാണുള്ളൂ. ഇവർ മുതിർന്ന് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആയ ശേഷം ഇവരുടെ ഭർത്താവും കുട്ടികളൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രധാന ഇരകളായി മാറുക. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മക്കൾ, വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പാർട്ട്നേഴ്സ്, അവരൊക്കെ ഇരകളായി മാറും. അപ്പോൾ ഇത് വളരെയധികം ഈ നാർസിസിസ്റ്റായ സ്ത്രീകളുടെ കൂടെ ജീവിക്കുന്നത് വഴി ഒരുപാട് ബുദ്ധിമുട്ടുന്ന പുരുഷന്മാരും കുട്ടികളും ഒക്കെ ഉണ്ട്. ഈ കുട്ടികൾ പൊതുവെ യാതൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെയുള്ള അമ്മമാർ വളർത്തുന്ന കുട്ടികൾ ഭാവിയിലും അവർക്ക് എത്ര മുതിർന്നാലും അവരും ഇതുപോലെ എപ്പോഴും വാലിഡേഷൻ ആവശ്യമായി വരും. അവർക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു പാവം പിടിച്ച കുട്ടികളായി മാറാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്.